സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പനീറുമായിട്ടാണ് വന്നേ. പനീർ എടുത്തിട്ടുണ്ട്, സവാള പൊളിച്ചെടുത്തിട്ടുണ്ട്, തക്കാളി ഉണ്ട്. നമുക്കിന്ന് പനീർ വെച്ച് നമുക്കിന്നൊരു മസാല ഉണ്ടാക്കിയാലോ? മസാലക്കൂട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ബട്ടറും ചേർത്ത് നമുക്കൊരു നല്ലൊരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ സവാളയൊക്കെ നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, തക്കാളിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളി അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് പ്രത്യേകം മാറ്റി അത് വേണം. അതിനുശേഷം വേണം നമുക്കിതൊക്കെ ഒന്ന് വരട്ടിയെടുക്കാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചെറുതായിട്ട് പീസാക്കി ചെറുതായിട്ടാക്കി അതൊക്കെ ഒന്ന് മാറ്റി വേറിട്ടെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം വേണം നമുക്ക് പനീർ വെച്ച് നമുക്ക് ഇന്ന് നല്ലൊരു ടേസ്റ്റായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് നമുക്കിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും, ഈ പനീർ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടാണ്. അപ്പം ഞാൻ ആ പനീർ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ മൊത്തത്തിൽ അതൊന്ന് സ്പ്രെഡാക്കി നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ഇതിനകത്തോട്ട് തന്നെ ഒന്ന് മൊത്തം മിക്സ് ആക്കിയതിന് ശേഷം, ഈ പൊടി രണ്ടും മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആ പനീർ അതിനകത്തോട്ടൊന്ന് നിരത്തി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഈ പനീറൊന്ന് നല്ലപോലെ തിരിച്ചും മറിച്ചും ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സായത് മൊത്തം ഇതിനകത്ത് കോട്ടിങ് ആകി ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഒത്തിരി ഫ്രൈ ആക്കണ്ട, എന്നാലും ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഇളക്കി കാരണം ഏറ്റവും ബെറ്ററായിട്ട് നല്ല ടേസ്റ്റുമാണേ. നമുക്ക് ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ദോശയ്ക്കായാലും ഏതിനും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്ററായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അതിനുശേഷം നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി അത് ഗ്രേവി ഉണ്ടാക്കണം. അപ്പം ശരിയായി വരികയാണേ. അപ്പോൾ ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട്. കടായിക്കകത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 സ്പൂൺ ബട്ടറാണ് എടുത്തത്. ബട്ടറും എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ബട്ടറാണ് പ്രാധാന്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് 2 ഗ്രാമ്പു, ഒരു ലേശം പട്ട, 2 ഏലക്ക ഇതാദ്യം അതിനകത്തൊന്ന് മൂക്കട്ടെ. അപ്പം നമ്മൾ ഈ ബട്ടറിനകത്തോട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് സ്ലൈസാക്കി വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. അപ്പോൾ സവാള ഇട്ടൊന്ന് ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇതും നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വരണം. അപ്പം അതിന് ശേഷമാണ് നമുക്ക് ഇതും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം, ഇഞ്ചിയും കൂടെ ചേർക്കാം. നമുക്കിത് ഒരുമിച്ച് മിക്സാക്കാം. അപ്പം അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം ലേശം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് നേരത്തെ നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ വേഗത്തിൽ തന്നെ ഈ സവാളയൊക്കെ ഒന്ന് മൂത്ത് വരും. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുകയാണ്. അപ്പോൾ തക്കാളിയും കൂടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മസാലക്കൂട്ട് ചേർക്കാൻ പറ്റും. കാരണം ഇതിപ്പം ഈ തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയും. അപ്പം അതൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ മിക്സായി വരണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കാരണം എന്നാൽ മാത്രമേ ഈ മസാലക്കൂട്ടൊക്കെ ഇനി നമുക്ക് ചേർക്കാം. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇപ്പം മസാലക്കൂട്ടെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി മൊത്തത്തിൽ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പം ചെറിയ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ അതും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളയ്ക്കട്ടെ. അതൊന്ന് ഒരുമിച്ചൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ചെറിയ സീക്രട്ട് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് ചെയ്യാം. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ചേർക്കാം. പനീർ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്
അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പം ശരിക്കും പനീർ ചേർത്ത് നമ്മൾ ആ തിളച്ചതിനകത്ത് ആ ഗ്രേവിക്കകത്ത് നല്ലതുപോലെ മിക്സായി അത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നല്ല 2 സ്പൂൺ കട്ട തൈരാണ് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ പനീർ ചേർത്ത പനീറും ബട്ടറും ആയി ചേർന്ന നല്ലൊരു ഗ്രേവിയാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല കൂട്ടാണ്. അപ്പം ഇനി നമ്മൾ ഇച്ചിരി ഒരു ചെറിയ സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിനകത്ത് ഇച്ചിരി കസ്തൂരിമേത്തിയും പിന്നെ 2 മല്ലിച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കണം. എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനൽ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും വെരി വെരി താങ്ക്സ്.